ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർട്ടായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ തമ്പനെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ബുക്ക്, സ്ക്രാച്ചിങ് ബുക്ക്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏതൊരു സാധാരണ ബുക്കിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലത്തെ സ്ക്രാച്ച് ബുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വെച്ചാൽ വളരെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബുക്കിലാണ് ആദ്യം ചെയ്ത് കാണിക്കുന്നത്. 2 മെത്തേഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ബുക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇതിലിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഏത് ടൈപ്പ് ഓഫ് ഗ്ലൂ ആയാലും കുഴപ്പമില്ല, നമ്മൾ ഇത് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഗ്ലൂ വരണം കേട്ടോ. ആ ഒരു വിധത്തിൽ നമ്മൾ ഫുള്ളായിട്ട് ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ കവർ പേജിലാണ് ചെയ്യുന്നത്. ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഉള്ളിലത്തെ പേജുകളൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാം നമുക്ക് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് സ്ക്രാച്ച് ചെയ്ത് വെക്കാം. പിന്നെ നോട്ട് പാഡ് പോലെയൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് വെക്കാം. കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടമായിരിക്കും. അവർക്ക് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യാനും ഡ്രോയിങ് ചെയ്യാനും പല കളേഴ്സൊക്കെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതായത് നമ്മളിങ്ങനെ ഗ്ലൂ ഇട്ടതിന് ശേഷം ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. A4 ഷീറ്റാണ് നമ്മൾ ഒട്ടിക്കുന്നത്. നോർമലി സ്ക്രാച്ച് കാർഡിന് നമ്മൾ സ്ക്രാച്ച് ബുക്ക് എന്ന് പറഞ്ഞ സംഭവം മേടിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനുള്ള ഒരു സ്പെഷ്യൽ ഷീറ്റ് ഉണ്ട്, അതിലാണ് ഉണ്ടാക്കുക. പക്ഷെ നമുക്ക് അതൊക്കെ മേടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു വൈറ്റ് ഷീറ്റ് ഇതിമോ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ പറഞ്ഞൊന്നും പോരാതെ ഇപ്പോൾ ഇവിടെ ഇത്തിരി ഗ്ലൂ കുഴപ്പമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഉള്ളിലോട്ട് മടക്കിയൊക്കെ ഒട്ടിക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഓയിൽ പേസ്റ്റൽസോ അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ സ്കെച്ച് പെന്നോ മാർക്കറോ അല്ലെങ്കിൽ ഹൈലൈറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പെന്ന് ഒഴിച്ചിട്ട് ബാക്കി എന്ത് സ്കെച്ച് പെന്ന്, ക്രയോൺസ് അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ കുറച്ച് കളേഴ്സ് കൊടുക്കുക. പല പല കളേഴ്സിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്കെച്ച് പെന്നാണ് കൊടുത്തിരിക്കുന്നത്. അധികവും ഞാൻ ഓയിൽ പേസ്റ്റൽസ് വേണം കൊടുക്കുന്നത് കേട്ടോ. അതിലാകുമ്പോൾ കുറച്ച് നിയോൺ കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പല പല കളേഴ്സ് ഇങ്ങനെ കുറച്ചായിട്ട് കൊടുക്കുക. ഒരുപാട് കൊടുക്കരുത്. ചെറിയ ഇതായിട്ട് പല പല കളേഴ്സ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമ്മൾ വിചാരിച്ച പോലെ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കളേഴ്സൊക്കെ ആയിട്ട് കൊടുക്കുകയാണ്. യെല്ലോ, ഓറഞ്ച്, ബ്ലൂ ഇതൊക്കെ കൊടുക്കുകയാണ്. നല്ല നിയോൺ കളേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബുക്ക് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഞാൻ കൊടുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പാണ് എടുക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ട്രാൻസ്പെറൻറ്റ് ടേപ്പ് ഒട്ടിക്കാതെ ഞാൻ കാണിച്ചു തരാം, ഒട്ടിച്ചിട്ടും കാണിച്ചു തരാം കേട്ടോ. ഒട്ടിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ടേപ്പ് ഒട്ടിച്ചുള്ള ഗുണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ടേപ്പ് ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ആയാലും ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്താ ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ച് എക്സസ് ആയിട്ട് ഇട്ടിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്ത് ഉള്ളിലോട്ടും അങ്ങനെ അതിനൊന്ന് കവറൊക്കെ ചെയ്ത് കൊടുത്ത് ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയിൽ കട്ടിങ് പറഞ്ഞൊന്നും പോരില്ലല്ലോ. അപ്പോൾ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്താൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇതിൽ കുറച്ച് നമ്മുടെ ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ആണ് നല്ലത്. ബേസ് കളർ നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ അധികവും നമുക്ക് ബ്ലാക്ക് ആണ് നല്ലത്. ഇനി അതിലോട്ട് നമ്മുടെ ഹാൻഡ് വാഷ് ആണ് നമ്മൾ ഇടുന്നത്. ഹാൻഡ് വാഷ് ഇല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് ലിക്വിഡ് സോപ്പ് ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഹാൻഡ് വാഷ് എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഹാൻഡ് വാഷ് ആയിരിക്കും കുറച്ചുകൂടെ അവൈലബിൾ ആവുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള ഡിഷ് വാഷോ അല്ലെങ്കിൽ ഷവർ ജെല്ലോ ഷാമ്പുവോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ അടിച്ചു കൊടുക്കുക ഈ നമ്മുടെ സോപ്പും അക്രിലിക് കളേഴ്സും മിക്സ് ചെയ്തത്. അപ്പോൾ കൂടുതൽ സോപ്പും കുറച്ച് അക്രിലിക് കളേഴ്സും ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരു 3:2 എന്ന റേഷ്യോയിൽ 3 ആണ് നമ്മുടെ സോപ്പെങ്കിൽ 2 അക്രിലിക് കളേഴ്സ് അങ്ങനെ കേട്ടോ. ഇത് ഒരു സൈഡിലോട്ട് മാത്രമാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. കുറേ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കളർ കണ്ടോ ഇങ്ങനെ പുറത്തോട്ട് വരും. അപ്പോൾ അങ്ങനെ ആവരുത്. വൺ സൈഡിലോട്ട് മാത്രം നമ്മൾ അടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇനി ഇത് ഒരു കോട്ട് അടിച്ച് ഇനി ഉണങ്ങാൻ വെക്കാം. ഓക്കെ,
ഇപ്പോൾ നമ്മൾ ഒരു കോട്ട് അടിച്ച് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ടും കൂടെ കൊടുത്തു. സെക്കൻഡ് കോട്ട് നമ്മളിതാ കൊടുക്കുമ്പോൾ കണ്ടോ, അപ്പോൾ അതൊന്നും കൂടി ഇതാവും. നിങ്ങളുടെ കയ്യിലുള്ള പെയിൻറ്റിനനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ എത്ര കോട്ട് കൊടുക്കണം. സെക്കൻഡ് കോട്ട് കൊടുത്തപ്പോൾ കുറച്ചും കൂടെ ഡാർക്കായി അടിയിലത്തെ കളേഴ്സൊക്കെ പോയി. അത് ഉണങ്ങി. ഇപ്പോൾ സെക്കൻഡ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തേർഡ് കോട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 3 കോട്ട് കൊടുത്തെടുത്തു. കുറച്ചുകൂടെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു 3 കോട്ട് കൊടുത്തെടുത്ത്. അപ്പോൾ ഇതും നമ്മൾ തീരുമാനിക്കുക. നമ്മുടെ അടിയിലത്തെ കളേഴ്സ് കാണാണ്ടാവുന്ന ഒരു വിധത്തിലുള്ള ഒരു അത്രയും കോട്ട് നമ്മൾ കൊടുത്തെടുക്കുക. നമ്മളുടെ പെയിൻറ് യൂസ് ചെയ്യുന്ന പെയിൻറ്റിനനുസരിച്ചിട്ട് നമുക്ക് 2 കോട്ട് 3 കോട്ടൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ചില ബ്രാൻഡ് ഓഫ് അക്രിലിക് എടുത്താൽ 1 കോട്ടിൽ തന്നെ നമുക്ക് ഫില്ലായി കിട്ടും. അപ്പോൾ തേർഡ് കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ലോലി ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ തേർഡ് കോട്ട് ചെയ്തു. അത് നന്നായിട്ട് നമ്മൾ ഉണക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യാം. ഇതുപോലത്തെ ഞാനിപ്പോൾ ഒരു സ്ക്യൂവേഴ്സാണ് എടുത്തിരിക്കുന്നത്. സ്ക്യൂവേഴ്സ് ഇല്ലെങ്കിൽ പെൻസിൽസ് ആയാലും മതി. എടുത്തിട്ട് നമ്മൾ ആ പിക്ചർ വരച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നമ്മൾ അതിലിങ്ങനെ വരച്ച് കൊടുക്കാം. വരച്ചു കൊടുക്കുമ്പോൾ ആ കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. വീഡിയോയിൽ അത്ര അങ്ങോട്ട് കാണുന്നില്ല. ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണും കേട്ടോ. കണ്ടോ, ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നത് കണ്ടോ. നമ്മളത് എഴുതുന്നതിനനുസരിച്ച് ഒരെണ്ണത്തിൽ തന്നെ പലതും വരുന്നുണ്ട്. ഞാനിപ്പോൾ ആർച്ചൂസ് ടേസ്റ്റ് ആൻഡ് പാഷൻ എന്നുള്ളത് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഇപ്പോൾ ആർച്ചസ് ടേസ്റ്റ് ആൻഡ് പാഷൻ എന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്യാം കേട്ടോ. ഇതേ കണ്ടോ, കുറച്ചുകൂടെ ഞാനൊന്ന് ഫോക്കസ് ചെയ്തപ്പോൾ കണ്ടോ അത് കുറച്ചുകൂടെ കളേഴ്സൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പെൻസിൽ വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം കേട്ടോ. പെന്ന് യൂസ് ചെയ്യാതിരിക്കുക. പെൻസിൽസോ ടൂത്ത് പിക്കോ സ്ക്യൂവേഴ്സോ അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. നമ്മുടെ പെൻസിൽ റൂളേഴ്സ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ. പെൻസിൽസ്. അപ്പോൾ നോക്കിയേ, ഇത് നല്ല കളർഫുള്ളായിട്ട് വരുന്നില്ലേ, നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. നല്ല രസമാണ് ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡ്രോയിങ്സ് ഒക്കെ വരച്ച് പല കളേഴ്സ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമല്ലേ കാണാനായിട്ട്. നമുക്ക് വലിയവർക്കായാലും നല്ല രസമാണ്. നമ്മുടെ ഡയറികൾ അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേണൊക്കെ കൊടുത്തെടുക്കാം. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ടും നല്ല രസമായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഗുണം, നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചപ്പോഴത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഇനി എല്ലാം വരച്ചൊക്കെ കഴിഞ്ഞ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിനെ നമുക്ക് വീണ്ടും ബ്ലാക്ക് കളർ ഇതിന് മുകളിൽ അടിച്ചു കൊടുക്കാം. ബ്ലാക്ക് കളർ മുകളിൽ അടിച്ചു കൊടുത്തിട്ട് സെയിം തന്നെ യൂസ് ചെയ്യാം. അതാണ് സെല്ലോ ടേപ്പ് ചെയ്താലുള്ള ഗുണം. സെല്ലോ ടേപ്പ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർമനൻ്റ്ലി ഫിക്സ്ഡ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ കൈയൊക്കെ നനച്ച് വന്നിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങാനൊക്കെ കുറച്ച് സമയം എടുക്കും കേട്ടോ, ഈ ബ്ലാക്ക് കളർ ഉണങ്ങാനായിട്ട്. അപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചാൽ നമുക്ക് ഇത് തന്നെ റീയൂസ് ചെയ്യാം. ഇതിന് മുകളിൽ ബ്ലാക്ക് അടിച്ചടിച്ച് കൊടുത്താൽ മതി. ഓക്കെ, എല്ലാം യൂസ് ചെയ്തതിന് ശേഷം ബ്ലാക്ക് അടിച്ച് കൊടുക്കുക. ഇനി നമുക്ക് സെല്ലോ ടേപ്പ് ഇല്ലാതെ ഒന്ന് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഡയറി പോലത്തെ ഒരു സംഭവമാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്പൈറൽ ആയിട്ടുള്ളൊരു സംഭവം എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതൊരു സ്പൈറൽ കലണ്ടറാണ്. നമുക്ക് സ്പൈറൽ ബുക്കും അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ ഞാൻ സെയിം പോലെ തന്നെ ഒരു വൈറ്റ് പേപ്പർ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും സെയിം പോലെ തന്നെ ക്രയോൺസ് യൂസ് ചെയ്തിട്ട്, ക്രയോൺസ് അല്ല, ഓയിൽ പേസ്റ്റൽസ് ആണ്. ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ സെല്ലോ ടൈപ്പ് ഒട്ടിക്കാതെയാണ് ചെയ്യുന്നത് കേട്ടോ. സെല്ലോ ടൈപ്പ് ഒട്ടിക്കാതെ സെയിം മെത്തേഡിൽ തന്നെ നമ്മളിതിൽ ബ്ലാക്ക് കളേഴ്സ് അടിച്ചു കൊടുക്കുകയാണ്. സെല്ലോ ടൈപ്പ് ഒട്ടിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ റീയൂസബിൾ ആണത്. സെല്ലോ ടൈപ്പ് ഒട്ടിക്കാതെ പെർമനൻ്റ്ലി ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഞാനിപ്പോൾ ഇതൊരു ഡയറി ഫോമിലാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ബുക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് പുതുക്കി നല്ല ഭംഗിയാക്കി എടുക്കാനായിട്ട് ഇത് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഉണക്കിയതിന് ശേഷം ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇപ്പോൾ ഇത് നമ്മൾ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കളർ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇത് കുറച്ചുകൂടെ ബ്രൈറ്റാക്കി വെച്ചുകൊണ്ടാണ് കേട്ടോ കളേഴ്സ് ഇത്രയും തോന്നുന്നു. മറ്റേൻ്റെയും ഞാൻ ഫോട്ടോ കാണിച്ചു തരാം, നല്ല രസമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല ബ്രൈറ്റായിട്ടിരിക്കും. നമ്മുടെ കളേഴ്സൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. നമുക്ക് ഒരു വെറൈറ്റി അല്ലേ. അപ്പം നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്തൊന്ന് നോക്കാവുന്നതാണ് കേട്ടോ. ബുക്സും നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനമാണെങ്കിലും. ഇതാണ് നമ്മുടെ മറ്റേ ആദ്യം ചെയ്ത വർക്ക്. ഇത് നമ്മുടെ സെക്കൻഡ് വർക്ക്. ഓക്കെ, അപ്പോൾ ഇതൊരു വെറൈറ്റി വീഡിയോ ആയെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു.